ഹലോ എവ്രി വൺ, എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ടൈറ്റിൽ ഓൾറെഡി പ്രേക്ഷകർ കണ്ടു കാണും. പ്രേക്ഷകർ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇപ്പോൾ നൽകുന്നത്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ചില പ്രേക്ഷകർക്ക് ഹാപ്പി സിറ്റുവേഷൻ ആയിരിക്കാം. സോ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു സിറ്റുവേഷൻ മനസ്സിൽ ആലോചിക്കൂ. ഇതാണ് ഗ്രൂപ്പ് 1 ആൻഡ് ഇതാണ് ഗ്രൂപ്പ് 2. ഓക്കെ, ഒന്നി കൂടുതൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു സിറ്റുവേഷന് വേണ്ടി ഒരു കാർഡ് എടുക്കൂ, അടുത്ത സിറ്റുവേഷന് വേണ്ടി അടുത്ത കാർഡ് എടുക്കൂ. ഓക്കെ, സോ കാർഡ് നോക്കി ചൂസ് ചെയ്യാവുന്നതാണ്, കാർഡ് കളർ നോക്കി ചൂസ് ചെയ്യാം, ടൈം സ്റ്റാമ്പ് നോക്കി ചൂസ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ഈ കാർഡാണ്. സോ ലെറ്റ് സി, നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങളിപ്പോൾ പോകുന്നത്. ഓക്കെ, എന്ത് കാരണമാണ് ഗ്രൂപ്പ് 1 ഇപ്പോൾ അവരനുഭവിക്കുന്ന സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്ത് കാരണമാണ്? ഗുഡ് ഓർ ബാഡ്? എന്ത് കാരണമാണ്? എന്തുകൊണ്ടാണ് അവർ ആ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്ത് കാരണമാണ്? എന്ത് കാരണമാണ്? 9 of Swords, the Moon, Seven of Swords, Ace of Pentacles and Six of Cups. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രേക്ഷകർ എവിടെയോ ട്രാപ്പ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ജീവിത അവസ്ഥയിൽ ട്രാപ്പായി കഴിഞ്ഞു. നിങ്ങൾക്കൊരു വഴിയില്ല വെളിയിലിറങ്ങാൻ എന്നുള്ള തോന്നൽ വളരെയധികമാണ്. സെക്കൻഡ്ലി, നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, ഇല്ല എന്നല്ല, കാര്യങ്ങളുണ്ട്, നിങ്ങളേറെ ബുദ്ധിമുട്ടിലുമാണ്. പക്ഷേ ആ ബുദ്ധിമുട്ട് കൂട്ടുന്നത് നിങ്ങളുടെ അധികമായ ആലോചനകളാണ്. ഓക്കെ, എവിടെയൊക്കെ ഒരു പാർട്ട് കഴിയുമ്പോൾ നമ്മൾ അധികം ആലോചിക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഈ സിറ്റുവേഷന് വേണ്ടി സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്യൂ. ഓക്കെ, അത് സറണ്ടർ ചെയ്യൂ, ബിക്കോസ് അത് നിങ്ങൾക്ക് എന്തായാലും കഴിയില്ല അതിനെ സോൾവ് ചെയ്യാൻ. സോ സറണ്ടർ ചെയ്യൂ. പക്ഷേ ഇവിടെ നിങ്ങൾ ഏറെ ആലോചിക്കുന്നു. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ്, മൈഗ്രെയിൻ ഇഷ്യൂസ്, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ എല്ലാം ഉണ്ട്. ഓക്കെ, ഇതൊക്കെയുള്ള പ്രേക്ഷകർ ഉണ്ടാകും ഈ ഗ്രൂപ്പിൽ. ഓൾറൈറ്റ്, എല്ലാ ഇഷ്യൂസും ഉണ്ടാകണം എന്നില്ല, ചില ഇഷ്യൂസ് ഉണ്ടാകാം. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇല്ല. ഓക്കെ, ദ മെയിൻ റീസൺ അതാണ്, അത് നിങ്ങൾക്കും അറിയാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഇതാണ്, ദാറ്റ് ഈ സിറ്റുവേഷനിലും ഗ്രിപ്പ് നിങ്ങളുടെ കയ്യിലാണ്, അല്ലാതെ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തല്ല. ഓക്കെ, എന്തുകൊണ്ട്? നിങ്ങളിപ്പോൾ വിഷമത്തിലാണ്, അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. വൺസ് നിങ്ങൾ അവരെ കാണിച്ചാൽ ദാറ്റ് നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് വിഷമം ഉണ്ടാകുന്നില്ല, അവരതുപോലെ തിരിച്ചു പോകും. ഓക്കെ, ഇത് സൺ ആൻഡ് മൂൺ കൊലാബറേഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ സൂര്യൻ്റെ ഊർജം ആൻഡ് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി, ഇത് രണ്ടും ഇവിടെയുണ്ട്. പക്ഷെ നിങ്ങളത് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ മറ്റാൾക്കാർ എന്ത് പറയുന്നു അതിലൂടെ മുന്നോട്ട് പോവുകയാണ്, ഒരു ഫ്ലോ ആയിട്ട് പോവുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഫ്ലോയിൽ പോകണം, എങ്ങനെ പോകുന്നു അങ്ങനെ പോകണം. പക്ഷെ ചില സമയങ്ങളിൽ എവിടെ മറ്റാൾക്കാർ ഇടപെടുന്നോ അവിടെ ജീവിതത്തിൻ്റെ ഫ്ലോയിൽ പോകാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇവിടെ പ്രശ്നം വരുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഏകാഗ്രതയെ വിടുന്നു, ആ ശക്തിയെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങളെ കരയിപ്പിക്കാൻ വരുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ വരുന്ന, നിങ്ങളെ സ്ലാൻഡർ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഗോസിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ കാണിക്കുകയാണ് നിങ്ങളുടെ ഗോസിപ്പ് എന്നെ അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ ഗോസിപ്പ് എന്നെ അഫക്റ്റ് ചെയ്യുന്നു നിങ്ങൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരോടോ പറയുന്നുണ്ട്, അത് അവരുടെ അടുത്ത് എത്തുന്നുണ്ട് ആൻഡ് അവർ പിന്നെയും അത് കൂടുതൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷനിലാണോ ഇപ്പോൾ നിങ്ങൾ, ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പവർ തിരിച്ചെടുക്കണം, നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് തിരിച്ചെടുക്കണം. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പവർ, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ
ഒറിജിനാലിറ്റി അത് നിങ്ങൾ തിരിച്ചെടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റാൾക്കാർ എന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് നിങ്ങൾ, സോ ദാറ്റ് നിങ്ങൾക്ക് വിഷമിക്കാൻ. ഓക്കെ, ആൻഡ് അതിലൂടെ പിന്നെ നിങ്ങൾ ഓവർ തിങ്കിങ്ങിൽ പോവുകയാണ്. ഓ, ഇങ്ങനെ നടന്നു, അങ്ങനെ നടന്നായിരുന്നു, ഇങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. ഓക്കെ, സോ ഈ 2 കാർഡ്സ് അതാണ് പറയുന്നത്. ഓക്കെ, യെസ്, നിങ്ങളുടെ ചുറ്റിനും നിങ്ങളെ ചതിക്കുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളുടെ നല്ലവരാണ് എന്ന് കാണിച്ചിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇസ്കി ടോപ്പി ഉസ്കെ സർ എന്നാണ് വരുന്നത്. ഓക്കെ, ഇവിടുന്ന് എന്ത് കിട്ടാൻ പറ്റുമോ അത് കിട്ടിക്കഴിയുമ്പോൾ ആ ക്യാപ്പ് മറ്റൊരാളുടെ തലയിലിടുക, എന്നിട്ട് അവിടെ നിന്ന് എത്ര കിട്ടാൻ പറ്റുമോ അത്രയും കിട്ടുക, എന്നിട്ട് മറ്റൊരാളുടെ അടുത്ത് പോവുക. ആ ടൈപ്പിലെ ആൾക്കാരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. പ്രൊഫഷണൽ ആകാം, ഓക്കെ, ബിസിനസ് നടത്തുന്ന മെമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഗൈഡ്സ് പറയുന്നത് അവരെ ഒതുക്കാനും നിങ്ങൾക്ക് കഴിയും, കാരണം നിങ്ങളുടെ കയ്യിലും എന്തോ ഉണ്ട്. ഓക്കെ, ദർ ഇസ് സംതിങ് വിത്ത് യു, ദർ ഇസ് സംതിങ് വിത്ത് യു. നിങ്ങളുടെ അടുത്തും ഈ ആൾക്കാർക്കെതിരെ എന്തോ തെളിവുകളോ അല്ലെങ്കിൽ അവർക്കെതിരെ, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കും, അവരിനി അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു പിടിപാട് നിങ്ങളുടെ കയ്യിലുമുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നതാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ കേട്ടില്ല, കണ്ടില്ല, ഓക്കെ, മറ്റാൾക്കാർ എന്ത് ചെയ്യുന്നു അത് കാണാതെ പോവുക, അവരെന്തെങ്കിലും പറയുന്നത് കേൾക്കാതെ പോവുക വളരെ നല്ലതാണ്. പക്ഷെ ചില സമയങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ തിരിച്ചും അതേ രീതി ഇൻ ദ സെൻസ് ചതി വഞ്ചനയല്ല ഇവിടെ പറയുന്നത്, പക്ഷേ അവരെ ഒതുക്കാനുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലും കാണും, അത് ഉപയോഗിക്കൂ എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, Now, Ace of Pentacles and 6 of Cups. ചില ബിസിനസ് പാർട്ട്ണർഷിപ്സ് നിങ്ങൾക്ക് ലോസ് ആയിട്ടുണ്ടാകാം. ഓക്കെ, ലോൺ എടുത്ത പ്രേക്ഷകരോ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ പ്രേക്ഷകരോ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലും നിങ്ങളാകാം. പക്ഷെ അത് നിങ്ങൾ കാരണമല്ലായിരിക്കാം, മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ഒപ്പം നിന്ന ആൾക്കാർ കാരണമായിരിക്കാം. ഓക്കെ, അവർ നിങ്ങളെ മുൻനിർത്തി പണം വാങ്ങിച്ചിട്ടുണ്ടാകാം, പക്ഷെ അവർ അടയ്ക്കുന്നില്ലായിരിക്കാം. സോ സംതിങ് ആ ഒരു ഇഷ്യൂ ആണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്സ് ആകാം, പക്ഷേ ഫ്രണ്ട്ഷിപ്പിലും ചില ഇടങ്ങളിൽ ബൗണ്ടറി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്നില്ല. ഓക്കെ, ആയത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആണ്, ദാറ്റ്സ് ഗുഡ് ഡിയർ. പക്ഷേ ഇന്നസെൻസിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊപ്പം ആണെങ്കിൽ ലൈഫ് നല്ലതായിരിക്കും. പക്ഷേ ഇന്നസെൻസിനെ സ്വന്തം അവരുടെ കഴിവും നിങ്ങളുടെ കഴിവുകേടായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പരാജയമായിരിക്കും. ഓക്കെ, സോ ഇവിടെ പറയുന്നത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് എന്ത് വഴികൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സഹായം ചോദിച്ച് നിങ്ങളുടെ ഡെബ്റ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ അടച്ചു തീർക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ചില പ്രേക്ഷകർക്ക് ഒരു കാർമിക് ഡെപ്റ്റ് റിലീസ് ആണ്. ഓക്കെ, ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലെ കാർമിക് ഡെപ്റ്റ് റിലീസാണ്. സോ എന്ത് കർമ്മ ഉണ്ടായിരുന്നോ പണ്ട് ഏതോ ഒരു ജന്മത്തിലെ ആ കർമ്മ ഇവിടുന്ന് റിലീസ് ആകുകയാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ നിന്ന്. ഓക്കെ, ഞാൻ കാർമിക് ഡെപ്റ്റ് റിലീസ് റിച്വൽ ചെയ്ത് കൊടുക്കാറുണ്ട് പ്രേക്ഷകർക്ക്. ആവശ്യമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ഹീലിംഗ് ആൻഡ് റീഡിംഗ് ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഏസ് ഓഫ് വാൻസ്, എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഈ സിറ്റുവേഷനിൽ? 8 of Swords, the Star, Seven of Wands,
നൈറ്റ് ഓഫ് സ്വോർഡ്സ്. ഈ സിറ്റുവേഷനിൽ പ്രേക്ഷകരുടെ തെറ്റുകൾ എന്താണ്? ഓക്കെ, തെറ്റുകൾ എന്ന് ഞാൻ പറയുന്ന ആരെയും മനസ്സ് വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുന്നതല്ല. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തെടുക്കാം സോ ദാറ്റ് ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിലിറങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കാറില്ല. ഓക്കെ, പുതിയ എത്രയോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം പല കാര്യങ്ങൾ ചെയ്തെടുക്കാനും, നിങ്ങളുടെ ഈ മെൻ്റൽ ട്രോമയിൽ നിന്ന് നിങ്ങളെ വെളിയിലിറക്കാൻ. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നില്ല. മാത്രമല്ല നിങ്ങൾ വളരെയധികം ഒബ്സെസ്ഡ് ആണ് ഇപ്പോൾ ഈ നടക്കുന്ന സിറ്റുവേഷൻ. നിങ്ങൾ എപ്പോഴും അത് തന്നെ ചിന്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലുള്ള വഴി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. സോ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കൂ. ഓക്കെ, മനസ്സിനെ ശാന്തമാക്കൂ. ഏറെ വെള്ളം കുടിക്കൂ. വെള്ളം കുടിക്കുന്ന സമയത്തും ഈ പറയുന്ന റിഗ്രറ്റ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഈ പറയുന്ന എന്ത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കാതെ ഇരിക്കൂ. ഓക്കെ, അല്ലെങ്കിൽ അത് നിങ്ങളെ ഏറെ ഹേർട്ട് ചെയ്യുന്നതാണ്. ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്, ചില പ്രേക്ഷകർക്ക് അവരുടെ സോൾ സ്റ്റാർ ഹീലിംഗ് ആണ് ചെയ്തെടുക്കേണ്ടത്. സോ ഗോ ഫോർ ഇറ്റ്. സോൾ സ്റ്റാർ ഹീലിംഗ് സബ്ലിമൽസ് ഐ തിങ്ക് യൂട്യൂബിൽ ഉണ്ടാകും, അത് കേൾക്കൂ. അല്ലെങ്കിൽ ഹീലറിനെ കോൺടാക്ട് ചെയ്യൂ. ഹീലറുടെ അടുത്ത് സോൾ സ്റ്റാർ ഹീലിംഗ് ചെയ്തെടുക്കൂ. ഓക്കെ, ബിക്കോസ് അത് അത്യാവശ്യമാണ്. 7 ഓഫ് വാൻഡ്സ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യത്തിന് ഉറപ്പിച്ച് നിൽക്കാറില്ല. നിങ്ങൾ ഇന്ന് ഇത് ചെയ്യാം, നാളെ വേറെ എന്തെങ്കിലും ചെയ്യാം, മറ്റന്നാൾ വേറെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ആ ഒരു കാര്യം ദാറ്റ് ഇസ് ഞാൻ ഇത് ഇന്നും ചെയ്യും, നാളെയും ചെയ്യും, മറ്റന്നാളും ചെയ്യും, ആ ഒരു രീതിയിലല്ല നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾ എന്ത് കാര്യമാണോ, ഇഫ് മണി റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ അതിനെ ഒരു ഓപ്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലും അത് ഓപ്ഷനായിട്ട് തന്നെ നടക്കുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ് വന്നത്. നിങ്ങൾക്ക് ഒത്തിരി ഫാസ്റ്റ് സ്പീഡിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്തിരി ടൈം റെസ്റ്റ് എടുക്കാൻ പോലും നിങ്ങൾക്കിപ്പോൾ സമയം ഇല്ല എന്നതാണ് ശരിക്കും പറയേണ്ടത്. ഓക്കെ, സോ ഏറെ ടൈം മറ്റ് കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കൂ എന്നതാണ് വരുന്നത്. ഓക്കെ, ചിലർക്ക് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ ഏറെ വർക്ക് ചെയ്യുന്ന ആൻഡ് റെസ്റ്റ് എടുക്കുന്നില്ല, അത് നിങ്ങളുടെ ബോഡിയെ ഒത്തിരി എക്സോസ്റ്റ് ചെയ്യുന്നുണ്ട്. പവർ തിരിച്ചെടുക്കൂ. നിങ്ങളുടെ പവർ നിങ്ങളുടെ തിരിച്ച് കയ്യിൽ വന്നാൽ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ മാറാവുന്നതാണ്. ഓക്കെ, ടെംപ്ടേഷൻ. സോ ചില പ്രേക്ഷകർക്ക് ടെംപ്ടേഷൻ ആണ്, ദാറ്റ് ഈസ് ഞാൻ റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഒത്തിരി റെസ്റ്റായി പോകുന്നു. ചില പ്രേക്ഷകർക്ക് ടെംപ്ടേഷൻ ആണ് ഞാൻ ഒത്തിരി വർക്ക് ചെയ്യാം. സോ വർക്കിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മറ്റ് ലൈഫിൽ അല്ലെങ്കിൽ ലൈഫിൻ്റെ മറ്റ് പാർട്സിൽ നിങ്ങൾക്ക് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, സോ ചില പ്രേക്ഷകർക്ക് ടെംപ്ടേഷൻ പുതിയൊരു കാര്യം തുടങ്ങാതിരിക്കുക എന്നതും ആണ്. ഓക്കെ, അഗെയിൻ 5 and 6 ബാലൻസ് ആണ്. സോ ബാലൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. കുറച്ച് നേരം പ്രാണായാമം ചെയ്യാൻ നോക്കൂ. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസസ് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഡിസെപ്ഷൻ ആൻഡ് എൻവി, ഇമോഷണൽ വിഡ്രോവൽ. സോ എവിടെയോ നിങ്ങളുടെ ഐ തിങ്ക് റൂട്ട് ചക്ര നിങ്ങളുടെ ഒത്തിരി ആക്റ്റീവാണ്. മൈറ്റ് ബി ഗോയിങ് ടു ഓവർ ആക്റ്റീവ്. ഓക്കെ, ആൻഡ് ഹാർട്ട് ചക്ര നിങ്ങളുടെ ഡൗണും. സോ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആൻഡ് സീക്രൽ ചക്ര വളരെ ലോ എനർജിയിലാണ് ഇപ്പോൾ. ആൻഡ് നിങ്ങളുടെ റൂട്ട് ചക്ര അത് വളരെ ഹൈ എനർജിയിലാണ്. ഓക്കെ, സോ അതൊന്ന് കുറയ്ക്കൂ. നിങ്ങളുടെ റൂട്ട് ചക്ര നിങ്ങളെ ബാലൻസിൽ വെച്ചിട്ട് ഹാർട്ട് ചക്ര നിങ്ങൾക്ക് ഇത്രയും കൂടി വർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ചുറ്റിനും ആൾക്കാർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരല്ല. ഓക്കെ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇമോഷണലി വിഡ്രോ ആയിട്ടുമുണ്ട്. പക്ഷേ ഈ ഇമോഷണൽ വിഡ്രോവൽ നിങ്ങളെ എവിടെയോ നിങ്ങളുടെ ജോലിയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വെളിയിൽ ആക്കുന്നുണ്ട്. ഓക്കെ, സോ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ നിങ്ങളുടെ പവർ റീക്ലെയിം ചെയ്യൂ. ആൻഡ്
ഇമോഷൻസിനെ ബാലൻസ് വെക്കൂ. സോ ഹാർട്ട് ചക്ര ആൻഡ് സേക്രൽ ചക്ര സബ്ലിമൽസോ അല്ലെങ്കിൽ ബീജ് മന്ത്രമോ നിങ്ങൾ ചെയ്യേണ്ടതാണ്. റൂട്ട് ചക്രയ്ക്ക് വേണ്ടി ഗ്രൗണ്ടിങ് എനർജി, ഗ്രൗണ്ടിങ്, ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്യുക. അതിന് മെഡിറ്റേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ യോഗ ചെയ്യുകയോ എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നേച്ചറിൽ പോകുകയോ ചെയ്യൂ. എൻ്റെ അടുത്ത് ഗ്രൗണ്ടിങ് ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ്. എപ്പോഴും ഗ്രൗണ്ട് ചെയ്യാനുള്ള സമയമില്ലാത്ത മെമ്പേഴ്സിന് ഗ്രൗണ്ടിങ് കിറ്റ് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, ആ ക്രിസ്റ്റൽസ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും വെക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ആകും. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് 1. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷനിൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഓക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നതും സൊല്യൂഷൻ ഇവിടെ അവൈലബിൾ ആണ്. സോ അത് ചെയ്യുക. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മണി കപ്പ് വേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീമിനെയോ അല്ലെങ്കിൽ ഹീലിംഗ് ആൻഡ് റീഡിങ്സ് ബുക്ക് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് സ്ലോട്ട്സ് ഓപ്പൺ ആണ്, വേണ്ട പ്രേക്ഷകർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഹീലിങ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് ഈ കാർഡാണ്. സോ ലെറ്റ്സ് സീ പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സിറ്റുവേഷൻ ഇത് എന്തുകൊണ്ടാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ സിറ്റുവേഷൻ നേരിടുന്നത്. ദ മജീഷ്യൻ. ഓക്കെ, 4 of Wands. ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷൻ വളരെ നല്ല സിറ്റുവേഷനാണ്. ദ ഹാങ്മാൻ, ബിക്കോസ് എനിക്ക് വളരെ ഹാപ്പി വൈബ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഐ വിൽ ടേക്ക് ദിസ് വൺ മോർ കാർഡ്. ജംപ്. ഡെവിൾ. ഓക്കെ, ഗ്രൂപ്പ് 2 പ്രേക്ഷകർക്ക് ഹാപ്പി സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് നിങ്ങൾക്കുള്ളതല്ല. ബിക്കോസ് ഇവിടെ എനിക്ക് ഹാപ്പി വൈബ്സ് ആണ് കിട്ടുന്നത്. സോ ഏതൊക്കെ പ്രേക്ഷകർ അവരുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിക്കുന്നതെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പ്. ഓക്കെ, സോ മജീഷ്യൻ കാർഡാണ്. വോൺസ്, 4 of Wands ആണ്. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സന്തോഷം, ഈ ഒരു നല്ല വാർത്ത, ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, പ്രേക്ഷകർ വളരെ നല്ല മാനിഫെസ്റ്റേഴ്സ് ആണ്. ജീവിതത്തിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് നടക്കുന്നതാണ്. ചില സമയങ്ങളിൽ നിങ്ങളുടെ വാക്കുകൾ തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ എന്ത് പറയുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അത്രയ്ക്ക് പവർഫുൾ ആണ് നിങ്ങളുടെ ഓറ. ഓക്കെ, യെല്ലോയിഷ് ഗോൾഡിഷ് ഓറയായിരിക്കും മിക്ക പ്രേക്ഷകർക്കും ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകരുടെ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ വീട് റിലേറ്റഡ് അല്ലെങ്കിൽ മാരേജ് റിലേറ്റഡ് ഓർ ഐ ഫീൽ വിസ എന്ന് കേൾക്കുന്നുണ്ട്. സോ ട്രാവലിംഗ് റിലേറ്റഡ്, ഫോറിൻ ട്രാവലിംഗ് റിലേറ്റഡ് നിങ്ങൾ എന്ത് വിഷ് അല്ലെങ്കിൽ എന്ത് സാഹചര്യം ആണോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങളുടെ പ്യോർ മാനിഫെസ്റ്റേഷനാണ്. നിങ്ങളുടെ പ്യോർ ഹാർട്ടിൽ നിന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഐശ്വര്യമാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളേറെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാകാം. ഓക്കെ, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രേക്ഷകരോട് പറയുന്നുണ്ട് ദിസ് മാനിഫെസ്റ്റേഷൻ ചെയ്യൂ. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാവുന്നതാണ്. ഓക്കെ, അത് ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതൊരു വ്യത്യാസ രീതിയിൽ ചെയ്യേണ്ടതുണ്ട് എന്നതും ഒരു ഗൈഡൻസ് ആണ് ഇവിടെ. ഓക്കെ, വേൾഡ് കാർഡ് ആണ് വന്നത്. ചില പ്രേക്ഷകർ വേൾഡ് റിലേറ്റഡ്, ദാറ്റ് ഈസ് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റ് പ്രദേശങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില പ്രേക്ഷകരുടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ, ദാറ്റ് ഈസ് തെറ്റായ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് അത് നിങ്ങൾ ചെയ്യുകയാണ്. ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ദുരിത സൈക്കിൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് എൻഡ് ആയി പോകുന്നതാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഏഞ്ചലിക് റെലമിൻ്റെ സപ്പോർട്ടുണ്ട്, ഡിവൈൻ ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ സപ്പോർട്ടുണ്ട്, സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ സപ്പോർട്ടുണ്ട് ആൻഡ് ദൈവങ്ങളുടെ സപ്പോർട്ടുണ്ട്. ഓക്കെ, സോ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ നടക്കുന്നത്. ഈവൻ തോ ഒരു ഗ്യാപ്പ് ഉണ്ട്, പീരീഡ് ഓഫ്
11 to 12 months കാണിക്കുന്നുണ്ട്. എന്നാലും പെതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ ഫ്രീഡം അനുഭവിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗുഡ് ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ പവറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ യു ആർ ഗോയിങ് ത്രൂ റൈറ്റ് നൗ, അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ പവറിൽ വന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണ്, നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങൾക്ക് മനസ്സിലായി ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ശരിയാകും ആൻഡ് എവിടെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത് എന്നുള്ള ബൗണ്ടറി നിങ്ങൾക്ക് വളരെ ബോധപൂർവം ആരെയും തെറ്റിക്കാതെയോ ആരെയും വിഷമിപ്പിക്കാതെയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വരുന്നത്. പണം നിങ്ങളുടെ ഫോക്കസ് ആണ്. ചില പ്രേക്ഷകർക്ക് പണം വരുന്നുണ്ടെന്നാൽ ചില പ്രേക്ഷകർക്ക് വരുന്നില്ല. ഓക്കെ, സോ അവിടെ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഡെവിൾ കാർഡ്, നിങ്ങളുടെ അഡിക്ഷൻ അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ. ഓക്കെ, സോ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്യാൻ അഡിക്റ്റഡ് ആണ്. ഓക്കെ, ഇഫ് സപ്പോസ് ഞാൻ ഈ കയ്യിലെ കാർഡ് പിടിക്കൂ, സോ ഞാൻ ഈ കയ്യിലെ കാർഡ് പിടിക്കൂ, നോ മാറ്റർ വാട്ട്. എനിക്കിനി ഈ കൈ വേദനിച്ചാലും ഞാൻ ഈ കയ്യിലോട്ട് ഷിഫ്റ്റ് ചെയ്യില്ല, ബിക്കോസ് ഐ ആം അഡിക്റ്റഡ്. ഓക്കെ, സോ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഒരേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, വിച്ച് ഇസ് റോങ്, ബിക്കോസ് അത് നിങ്ങളുടെ ഗ്രോത്തിനെ ഹേർഡിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഓർ നിങ്ങൾ വളരെയധികം മറ്റ് കാര്യങ്ങളിൽ ഡിവോഷൻ കൊടുക്കുന്നു. ദാറ്റ് ഈസ് മറ്റ് കാര്യങ്ങളിൽ ഡിവോട്ടഡ് ആണ് നിങ്ങൾ. നിങ്ങളുടെ കാര്യങ്ങളിൽ കുറച്ച് സമയവും മറ്റ് കാര്യങ്ങൾക്ക് ആവശ്യമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൻ്റെ അത്രയും ആവശ്യം വരില്ല. എന്നാൽ പോലും അതിനെയാണ് നിങ്ങൾ ഏറെ സമയം കൊടുക്കുന്നത്. സോ അവിടെയും നിങ്ങൾക്ക് തെറ്റുന്നുണ്ട്. പിന്നെ ചില പ്രേക്ഷകർക്ക് സ്പിരിച്വാലിറ്റി ബുക്സ് നിങ്ങൾ വായിക്കുന്നുണ്ടാകാം ആൻഡ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് എന്ത് ലൈഫിൽ കൊണ്ടുവരണം, എന്ത് ലൈഫിൽ എടുക്കേണ്ടതാണ്. സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ബുക്സ് നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കൂ, ബിക്കോസ് ഒരു ഗുരുവിനെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഗുരു, ആ ഗുരുവിനും അറിവുണ്ടായിരിക്കണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ. ആൻഡ് അവരോട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നേരെയാക്കൂ എന്നത് പറയുന്നുണ്ട്. ഓക്കെ, വാട്ട് എൽസ്, ലെറ്റ്സ് സീ. എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ? യു ക്യാൻ ഡു ഇറ്റ്, റിമെമ്പർ യുവർ ഐഡൻറ്റിറ്റി. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഈ കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ കാര്യം ചെയ്യണം എന്നുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ പറയുന്നത് ഒന്നും കൂടി നിങ്ങളുടെ തോട്ട്സിൽ പോകൂ, മനസ്സിലാക്കൂ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആൻഡ് അതിനെ റീഗെയിൻ ചെയ്യൂ. ഓക്കെ, ആ ഐഡൻറ്റിറ്റി അതിനെ മുന്നോട്ട് കൊണ്ടുവരൂ. അതിന് ഇത്തിരി സമയമെടുക്കും. ഓക്കെ, മൈറ്റ് ബി 2 months or 2 years, പക്ഷേ അത് ചെയ്യൂ എന്നാണ് പറയുന്നത്. സോൾമേറ്റ്, ക്ലിയറിങ് കോർ വൂൺസ്, അതുപോലെ തന്നെ. ഓക്കെ, ഇത് ഈ ഒരു റീഡിങ്ങിൻ്റെ ടോപ്പിക് അല്ല, ബട്ട് ഇവിടെ മെസ്സേജ് വരുന്നു, അതുകൊണ്ട് തരുന്നു. ചില പ്രേക്ഷകർക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ക്ലിയറിങ് കോർ വൂൺസ് ആണ്. സോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ കോർ വൂൺസ്, ദാറ്റ് ഈസ് ആസ് എ സോൾ നിങ്ങൾ ഏറ്റെടുത്ത വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ലൈഫ് പർപ്പസ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നത് ദ ഡിവൈൻ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. Holy Grail code, receive the gift. Oh my goodness, receive the gift. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് റിസീവ് ചെയ്യൂ ഈ ഗിഫ്റ്റ്. ഇതൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക്, ബട്ട് ഒരു ഗിഫ്റ്റും ഈസി അല്ല. യു നോ ദാറ്റ്, റൈറ്റ്? സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റും ഈസി അല്ല. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അതിനുമുണ്ട്. ഓക്കെ, ചിലത് നല്ലതാകും, ചിലത് നല്ലതാവില്ല, നമുക്ക് നല്ലത് തോന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നത് റിസീവ് ദിസ് ഗിഫ്റ്റ്, ബിക്കോസ് ഈ ഗിഫ്റ്റിലൂടെ നിങ്ങൾ ഒത്തിരി പേർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുകയാണ്. ഈ സർവീസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക നിലയും ഭദ്രമാക്കാൻ പറ്റും, ആസ് വെൽ ആസ് നിങ്ങൾക്ക് പേരെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ലഭിക്കും ആൻഡ് ഒത്തിരി പേരെ നിങ്ങൾക്ക് സഹായിക്കാനും പറ്റും.
ഡെഫിനറ്റ്ലി ഈ ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെസ്സേജസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ് സീ, ഫുൾ മൂൺ ആണ് ഇന്ന്. സോ കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. നിങ്ങൾക്ക് അതിനൊരു വഴി തെളിഞ്ഞു കിട്ടുന്നതാണ്. ഓക്കെ, എനിത്തിങ് എൽസ് ദാറ്റ് ഐ ഹാവ് ടു ടേക്ക്? ഓക്കെ, ഐ വിൽ ടേക്ക് ദിസ്. ലെറ്റ്സ് സീ. എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഈ situational or okay, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ദ വെയിറ്റിംഗ് ഗെയിം. സോ ഇഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ഉയർച്ച നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ് പറയുന്നത്. പേഷ്യൻസ്ലി കാര്യങ്ങൾ ചെയ്യൂ, സമയമെടുത്ത് ചെയ്യൂ, പ്ലാൻ ചെയ്ത് ചെയ്യൂ. ആൻഡ് ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് പീരീഡ് ആണ് നിങ്ങൾക്ക്. കാരണം ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈസി അല്ല. ഓക്കെ, ഈ ഒരു ഗിഫ്റ്റ് ഈസി അല്ല. ഇതിൽ നിങ്ങൾക്ക് ഏറെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, ഏറെ ഉയരേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ഏറെ പഠിക്കേണ്ടി വരും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പേഷ്യൻസ് ആവശ്യമാണ്. ആൻഡ് വെയിറ്റിംഗ് പീരീഡ്, യെസ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഡിവൈൻ ടൈം ആകുമ്പോൾ ആയിരിക്കും നിങ്ങൾക്കിത് ലഭിക്കുക. വിച്ച് ഐ ഫീൽ വിത്തിൻ 2 months to 2 years നിങ്ങളുടെ ഈ ഡിവൈൻ ടൈമിംഗ് വന്ന് കഴിയുന്നതാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾ കടക്കുന്നതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ തന്നെ നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമാണ്. ഓക്കെ ഗൈസ്, സച്ച് എ ബ്യൂട്ടിഫുൾ റീഡിംഗ് ഗ്രൂപ്പ് 2. ലെറ്റ് മീ നോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് സ്പിരിച്വൽ വർക്ക് ഓർ നോട്ട് സ്പിരിച്വൽ ആണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഇത് തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾ വളരെ വലിയ രീതിയിൽ ഏറെ ആൾക്കാരെ സഹായിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനി ടൈം. ഓൾറൈറ്റ്, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് മണി കപ്പ് അവൈലബിൾ ആണ്. വേണ്ട പ്രേക്ഷകർക്ക് മണി കപ്പ് ഓർഡർ ചെയ്യാവുന്നതാണ്. And that's it. So see you in my next video. Bye.